ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആലിപ്പറമ്പ് പൊടേക്കാട് LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ MLA വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സജീവൻ ശ്രീകൃഷ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തി. ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഈ വിഗ്രഹം സരയൂ നദിയിൽ ഒഴുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം പ്രഖ്യാപിച്ച് ഫൈസാബാദ് DCC സെക്രട്ടറി പ്രിയപ്പെട്ടവരെ അന്ന് അക്ഷയ് ബ്രഹ്മചാരി എന്ന് പറയുന്ന മനുഷ്യൻ നിരാഹാരം കിടന്നപ്പോ ആ മനുഷ്യൻ അടിവസ്ത്രം ഉൾപ്പെടെ ഊരി തലക്കടിച്ച് സമരപ്പന്തൽ പൊളിച്ച് വീട്ടിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഓടിക്കാൻ അദ്ദേഹത്തെ ആക്രമിച്ചത് പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയുമായി കടന്നു വന്ന സവർണ കോൺഗ്രസുകാരായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾ നോക്കൂ, 1984 ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുമ്പോ ഈ രാജ്യം ഭരിച്ചവരാരായിരുന്നു? 89 അവിടെ ഹിന്ദു ആചാരങ്ങൾ ആരംഭിക്കുമ്പോ അതിനോശാന പാടിയവരാരായിരുന്നു? 92 ഡിസംബർ 6 ഇതിന്റെ താഴികക്കുടങ്ങൾ തല്ലിയുടയ്ക്കുമ്പോ ബഹുഭാഷാ പണ്ഡിതനായ ഒരു മനുഷ്യൻ പട്ടാളത്തിന്റെയും പോലീസിന്റെയും പിന്തുണയോടെ ഈ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ സംഘപരിവാരം ഒന്നിച്ച് കാളി കൂളി സംഘം അവിടെ കടന്നു ചെന്ന് ആക്രമം അഴിച്ചുവിടും. മൗനം പാലിച്ച് ഈ നാടിന്റെ അധികാര കസേരയിൽ അമർന്നിരുന്ന മനുഷ്യന്റെ പേരെന്തായിരുന്നു? ഈ നാട്ടിലെ കോൺഗ്രസ് പറയണം. CPIM ഏരിയ സെക്രട്ടറി E രാജേഷ്, ആലിപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി ഷൗക്കത്ത് അലി, MP മോഹനൻ, രാധാകൃഷ്ണൻ, വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.